പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 30 വെള്ളി. 2 ശമൂവേൽ 11 27 വാക്യം. വിലാപകാലം കഴിഞ്ഞ ശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി. അവൾ അവന്റെ ഭാര്യയായി. അവനൊരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മുടെ മനസ്സിനെ ഉണർത്തുകയും ആത്മാവിനെ പരിശോധിക്കുവാൻ നമ്മെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഗൗരവമുള്ള സന്ദേശമാണ്. ഈ വാക്യം ദാവീദിന്റെ ജീവിതത്തിലെ വലിയ വീഴ്ചയെ തുറന്നു കാട്ടുന്നു. മനുഷ്യരുടെ കൺമുൻപിൽ വിജയിയായിരുന്ന രാജാവ് ദൈവത്തിന്റെ കൺമുൻപിൽ പരാജിതനായി തീർന്ന സംഭവമാണിത്. ദാവീദ് സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല. ദൈവഹൃദയത്തിന് അനുസരിച്ച മനുഷ്യൻ എന്ന പേരാണ് അവനുണ്ടായിരുന്നത്. ഗോലിയാത്തിനെ തോൽപ്പിച്ച വീരൻ, ഇസ്രായേലിന്റെ മഹാരാജാവ്, അനേകം സങ്കീർത്തനങ്ങളുടെ എഴുത്തുകാരൻ. എന്നാൽ അങ്ങനെ മഹത്തായ ജീവിതം നയിച്ച ഒരാൾ പോലും ഒരു നിമിഷത്തിലെ അശ്രദ്ധ കൊണ്ട് പാപത്തിലേക്ക് വീണു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആരും പാപത്തിൽ നിന്ന് അകന്നവർ അല്ല, എല്ലാവർക്കും ജാഗ്രത ആവശ്യമാണ് എന്ന സത്യമാണ്. യുദ്ധത്തിന് പോകേണ്ട സമയത്ത് ദാവീദ് അരമനയിൽ തന്നെ നിന്നു. അവൻ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിട്ടുനിന്നു. ആ അലസതയാണ് അവന്റെ വീഴ്ചയുടെ തുടക്കം. കൊട്ടാരത്തിൽ മേൽക്കൂരയിൽ കൂടെ നടക്കുമ്പോൾ അവൻ ബത്ശേബയെ കാണുന്നു. കണ്ണ് കണ്ടത് മനസ്സ് ആഗ്രഹിച്ചു. ആഗ്രഹം പാപമായി. പാപം അവസാനം കൊലപാതകമായി. ഒരു ചെറിയ തെറ്റ് എത്ര വലിയ നാശത്തിലേക്ക് നയിക്കുമെന്ന് ദാവീദിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദ് എല്ലാം മറച്ചു വെക്കുവാൻ ശ്രമിച്ചു. മനുഷ്യരുടെ മുൻപിൽ അവൻ രാജാവായിരുന്നു. ആരും അവനെ കുറ്റപ്പെടുത്തിയില്ല. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ ഒന്നും മറഞ്ഞില്ല. മനുഷ്യർ പുറം ഭാഗം മാത്രം കാണും, എന്നാൽ ദൈവം ഹൃദയം പരിശോധിക്കുന്നു. അതുകൊണ്ടാണ് വചനം വ്യക്തമായി പറയുന്നത് യഹോവയ്ക്ക് പ്രസാദകരമല്ലായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതേ ചോദ്യം ദൈവം ചോദിക്കുന്നു. നിന്റെ ജീവിതം എനിക്ക് പ്രസാദകരമാണ്. നാം സമൂഹത്തിൽ നല്ല പേര് നേടിയവരായിരിക്കാം. പക്ഷെ ദൈവത്തിന് പ്രസാദകരമല്ലെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ജീവിതം നയിക്കുന്നതിനേക്കാൾ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ജീവിതം നയിക്കുകയാണ് പ്രാധാന്യമേറിയത്. അലസത പാപത്തിന്റെ വാതിൽ തുറക്കുന്നു എന്ന് നാം ഉൾക്കൊള്ളണം. ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സാത്താൻ അവസരം കണ്ടെത്തും. കൂടാതെ ചെറിയ പാപം പോലും വലിയ നാശത്തിലേക്ക് നയിക്കും. പാപം ചെറുതായി തുടങ്ങും, പക്ഷെ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും. മനുഷ്യരെ നമുക്ക് വഞ്ചിക്കാമെങ്കിലും ദൈവത്തെ ഒരിക്കലും വഞ്ചിക്കാനാവില്ലല്ലോ. കാരണം ദൈവത്തിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ദാവീദിന്റെ കഥ നിരാശയിൽ അവസാനിക്കുന്നില്ല. അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ചു. സങ്കീർത്തനം 51 അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവന്റെ പശ്ചാത്താപം അവനെ വീണ്ടും ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നു. ഇതിലൂടെ നമുക്ക് പ്രത്യാശയുടെ സന്ദേശമാണ് ലഭിക്കുന്നത്. വീഴ്ച അന്തിമമല്ല, പശ്ചാത്താപം പുതിയ തുടക്കമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. മറച്ചു വെച്ച പാപങ്ങളുണ്ടെങ്കിൽ അവ ദൈവസന്നിധിയിൽ തുറന്ന് സമ്മതിക്കാം. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കാൻ നമുക്ക് തീരുമാനിക്കാം. ജനങ്ങളുടെ പ്രശംസ നേടാനല്ല, ദൈവത്തിന്റെ അംഗീകാരം നേടാനാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവസാനം പറയേണ്ട വാക്യം യഹോവയ്ക്ക് പ്രസാദകരമല്ലായിരുന്നു എന്നതാകരുത്. പകരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വാക്ക് കേൾപ്പാൻ ഇടയായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. മറഞ്ഞിരിക്കുന്ന പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ചും
നിനക്ക് പ്രസാദകരമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.